Okay. Ray optics ഒരു ക്വസ്റ്റ്യനാണിത്. A convex lens made of refractive index n1 is kept in a medium of refractive index n2. So ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഉം refractive index of lens n1, refractive index of medium n2. Okay. Parallel rays of light are incident on the lens. So ലെൻസിൽ വരുന്ന rays ഒക്കെ പാരലൽ റേസ് ആണ്. ഓക്കെ. സോ നമ്മളൊരു ലെൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറേ പാരലൽ റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്യും. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ആൻഡ് ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദീസ് ആർ ദ പാരലൽ റേസ് ഇൻസിഡന്റിങ് ഓൺ ദ ലെൻസ്. ഇവിടെ നോക്കേണ്ടത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n1, മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. ഓക്കെ. ഇനി ഇതിലെ ഫസ്റ്റ് ഡിഫറെന്റ് കണ്ടീഷൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് റേസ് ഓഫ് ലൈറ്റ് എമർജിങ് ഫ്രം ദ കോൺവെക്സ് ലെൻസ് ഇഫ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് n1 ഈസ് ഗ്രേറ്റർ ദാൻ n2. n1 ഈസ് ഗ്രേറ്റർ ദാൻ n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന സിറ്റുവേഷൻ ഇത് തന്നെയാണ്. കാരണം നമ്മൾ ലെൻസ് നമ്മൾ എയറിൽ നമ്മളിപ്പോൾ ഒരു റൂമിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്പെരിമെന്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എയർ ആണ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും വലുതാണ് എന്ത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവുക, ലെൻസ് എന്ത് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. സോ ഇതൊരു കൺവെർജിങ് ലെൻസ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. സാധാരണ ഒരു കൺവെർജിങ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സിനാരിയോയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്ന കാര്യം. ഓക്കെ. റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ converges to a point. കാരണം പാരലൽ റേസ് ആണ്. സോ ഓൾ ഓഫ് ദം വിൽ converges to a point. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ n1 ഗ്രേറ്റർ ദാൻ n2, രണ്ടാമത്തെ n1 is equal to n2. n1 is equal to n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഈ രണ്ടുപേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിഫറൻസ്. ആ മീഡിയങ്ങൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു ബൗണ്ടറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അവിടെ ഇല്ലാതെയായിട്ട് മാറും. കാരണം രണ്ടും ഒരേ മെറ്റീരിയൽ കൊണ്ട്, ഒരേ മീഡിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്, ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയവും ഒന്നാണെങ്കിൽ there is no actual boundary, there is no boundary. രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനാണ് ബൗണ്ടറി വേണ്ടത്. രണ്ടുപേരുടെയും ലെൻസിന്റെയും മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നാണെന്ന് പറഞ്ഞാൽ ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലും മീഡിയവും രണ്ടും ഒന്നാണ്. സോ എന്നാലാണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിട്ട് വരിക. സോ ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ബൗണ്ടറി. ബൗണ്ടറി എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല. ബൗണ്ടറി ഇല്ലെങ്കിൽ ലെൻസ് മീൻസ് ദ റേസ് ക്യാൻ മൂവ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. ലെൻസിലൂടെ ഉള്ളിലൂടെ പോയാലും പുറത്തുകൂടെ പോയാലും ഒന്നും എന്ത് വരില്ല, അതിന്റെ പാത്തിന് യാതൊരു തരത്തിലുള്ള ഡീവിയേഷനും വരില്ല. കാരണം മീഡിയം ഒന്നാണ്. മീഡിയം ഒന്നായാൽ മാത്രമേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിട്ട് പറ്റും. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ കണ്ടീഷൻ n1 ലെസ് ദാൻ n2 എന്നുള്ളതാണ്. n1 ലെസ് ദാൻ n2. That is, refractive index of lens is less than refractive index of medium. Okay. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ സിറ്റുവേഷൻ ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഇസ് ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ എയറിൽ നിന്ന് റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ലെൻസ് അതിന്റെ കൺവെർജിങ് പ്രോപ്പർട്ടി ഒക്കെ കാണിക്കുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ ഏത് മീഡിയത്തിലാണ് ലൈറ്റിന്റെ സ്പീഡ് കൂടുക, ലെൻസിലാണോ മീഡിയത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ അതിലൂടെയുള്ള ലൈറ്റ് സ്പീഡ് കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ ലൈറ്റ് സ്പീഡ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കോൺവെക്സ് ലെൻസ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനേക്കാൾ കൂടിയ മീഡിയത്തിൽ ഇരിക്കുന്നതെങ്കിൽ, കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെർജിങ് ലെൻസ് ആണ്. കൺവെർജിങ് ലെൻസ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആ ലെൻസിലൂടെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ പോയിന്റിലേക്ക് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ബെൻഡിങ് നടക്കുന്നത് നടക്കാം.
പക്ഷേ കോൺവെക്സ് ലെൻസ് ഒരു മീഡിയത്തിൽ ഇരിക്കുന്നു, ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ദിസ് ലെൻസ് ബിഹേവ്സ് ആസ് എ ഡൈവർജിങ് ലെൻസ്. അതൊരു ഡൈവർജിങ് ലെൻസിനെ പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഒരു കോൺവെക്സ് ലെൻസ് ഒരു ഡൈവർജിങ് ലെൻസിനെ പോലെ ആക്ട് ചെയ്യും. കാരണം സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. സാധാരണ ലൈറ്റ് റെയറർ എന്ന ഡെൻസറിലേക്കാണ്, അതായത് റെയർ എന്ന ലെൻസിലേക്ക് കടക്കുന്ന സമയത്ത് റെയറർ ടു ഡെൻസർ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡെൻസർ ടു റെയറർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ലെൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൈവർജിങ് ആയിട്ട്, ഇപ്പൊ നമുക്കിതൊരു ലെൻസാണ്, ഇവിടെ മീഡിയം ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ് എന്ന് പറയുന്ന സമയത്ത് റേസ് എങ്ങനെ പോകും, ഈ ഒരു ഫോമില്, അതായത് ഇവിടെ നിന്ന് ഡൈവർജ് ചെയ്ത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവർജ് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ആക്ച്വലി ഉള്ള കോൺവെക്സ് ലെൻസ് എന്തുപോലെ ബിഹേവ് ചെയ്യും, ഒരു കോൺകേവ് ലെൻസ് പോലെ ബിഹേവ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം whose refractive index is greater than the refractive index of the material of the lens. ഓക്കെ, ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ സെക്ഷനിൽ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻ. ഓക്കെ, n1 ഗ്രേറ്റർ ദാൻ n2 വരുന്ന സമയത്ത്, n1 ഈക്വൽ ടു n2 വരുന്ന സമയത്ത്, and third one n1 ലെസ് ദാൻ n2 വരുന്ന സമയത്ത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ.